രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള പുണ്യമായിട്ടുള്ള രാമകഥയാണ് നമ്മൾ രാമായണ മാസത്തിൽ ഉടനീളം കേട്ടത്. പക്ഷേ രാമായണ മാസം തീർന്നിട്ടും ഭഗവാന്റെ കഥകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. 32-ാം ദിവസത്തെ പാരായണത്തിൻ്റെ കഥാഭാഗങ്ങൾ നമ്മൾ ഇന്നലെ ഒരു ഭാഗമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പം 2-ാം ഭാഗം അപ്ലോഡ് ചെയ്യുകയാണ്. ഭഗവാന്റെ കഥകൾ നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്നില്ല. ഭഗവാന്റെ കഥകൾ എല്ലാവരും വളരെ വിശദമായിട്ട് തന്നെ വിവരിച്ച് തന്നെ എല്ലാവരും അറിയണം, കേൾക്കണം, ഭക്തി ഉണ്ടാവണം. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉണ്ടാകും. അപ്പം അങ്ങനെ ആ ഭഗവാന്റെ സ്മരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിൽ ഉള്ള ദോഷങ്ങൾ, നമ്മൾക്ക് തന്നെ 6 വിധം ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ ശത്രുക്കളുണ്ടെന്നാണ്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾ. നമുക്ക് രാമായണം വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാമായണം കേൾക്കുന്ന സമയത്തോ രാമനെക്കുറിച്ച് അറിയുമ്പോഴോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കഥ കേൾക്കുമ്പോഴോ ഭാഗവതം വായിക്കുമ്പോഴോ ഒന്നും നമുക്ക് ഈ പറഞ്ഞ 6 വികാരങ്ങളും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ്? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് പ്രവേശിച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതുപോലെ എപ്പോഴും നമുക്ക് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ ഇതുപോലുള്ള ചീത്ത വികാരങ്ങളെല്ലാം മാറി എപ്പോഴും ഭഗവത് സ്വരൂപത്തിൽ തന്നെ ഇരിക്കുകയും ആ സത്വഗുണം വർദ്ധിച്ച് അവസാനം ആ ഈശ്വരീയത നമ്മളിൽ ഉണ്ടാവുകയും അവസാനം ഈശ്വരനായി തന്നെ നമ്മൾ മാറുകയും ചെയ്യും. അതായത് ഈശ്വരൻ്റേതായി മാറും. ഈശ്വരനായി മാറുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മളെല്ലാവരും പൂജിക്കുമെന്നല്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഈശ്വരൻ്റേതാവും. അപ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. അപ്പോൾ നമ്മളിൽ നല്ല 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 ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഭഗവാൻ ലങ്കയിൽ ചെന്ന് ദേവിയെ അവിടുന്ന് അഗ്നി സാക്ഷിയായിട്ട് അഗ്നിയിലെ പരിശുദ്ധിയാക്കി ദേവി ലങ്കയിൽ നിന്ന് സ്വീകരിക്കുകയും ആ ലങ്കയിൽ നിന്നും പുഷ്പക വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ വിഭീഷണൻ പുഷ്പകവിമാനം വരുത്തുകയും ആ വിമാനത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കയറുകയും അങ്ങനെ കയറിയപ്പോഴാണ് യാത്ര പറയുമ്പോഴാണ് അയോധ്യയിലേക്ക് പോയി യാത്ര പറയുമ്പോൾ വിഭീഷണനോട് പറയുമ്പോൾ വിഭീഷണൻ പറയുന്നു, ഭഗവാനെ അങ്ങയ്ക്ക് ബുദ്ധിമുട്ടാവുകയില്ലെങ്കിൽ ഭഗവാനെ എനിക്കും അങ്ങയുടെ പട്ടാഭിഷേകം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കേൾക്കുകയായിരുന്നു സുഗ്രീവനും ഹനുമാനും ഒക്കെ പറയുകയാണ്, ഭഗവാനെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, ഭഗവാന്റെ ആ പട്ടാഭിഷേക മഹോത്സവം കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞങ്ങളെയും കൂടി അങ്ങയുടെ കൂടെ അയോധ്യയിലേക്ക് കൂട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു മനസ്സിൽ. പിന്നെ നിങ്ങളെ ഒത്തിരി നാളായാലേ നിങ്ങൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാതിരുന്നത്. എന്തായാലും എന്നെപ്പോലെ തന്നെയാണല്ലോ നിങ്ങളും ചിന്തിച്ചത് എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ സുഹൃത്തുക്കളെ പിരിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറയുകയും അങ്ങനെ വാനരാദികളും വിഭീഷണനും എല്ലാവരും വരിക്കുന്ന സമയത്താണ് സീതാദേവി പറയുന്നത്, ഇവരുടെ ഭാര്യമാരെയും കൂടെ കൂട്ടിയാലോ, എത്ര നാളായി ഇവരെ ഭർത്താക്കന്മാരെയൊക്കെ കണ്ടിട്ട്, അതുകൊണ്ട് നമുക്ക് കിഷ്കിന്ധയിൽ ചെന്നിട്ട് ഇവരുടെ ഭാര്യമാരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് രാമനോട് പറയുകയും രാമൻ അത് അംഗീകരിക്കുകയും അങ്ങനെ ഇവർക്ക് വാനരന്മാർക്കും വളരെ സന്തോഷമായി. അങ്ങനെ വരുന്ന വഴിക്ക് ഭഗവാൻ ആ പുഷ്പക വിമാനത്തിലിരുന്ന് ആ ലങ്കയും അതുപോലെ തന്നെ ഋഷ്യമൂകാചലവും ബാലിയെ വധിച്ച സ്ഥലവും ഭരദ്വാജാശ്രമവും അങ്ങനെ ഓരോ ഗംഗാനദിയും കാളിന്തി നദിയും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആകാശ ദൃശ്യത്തിൽ ദേവി ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ട് വരുമ്പോഴാണ് ഭരദ്വാജ ആശ്രമത്തിൽ വരികയും വിമാനം അവിടെ താഴുകയും ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ വന്ന് കുറച്ച് സമയം അവർ ചെലവഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. അതിനുശേഷം ഭഗവാൻ അവിടെ എത്തിയപ്പോൾ ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്,
ഹനുമാനെ, അതായത് ഇനി ഹനുമൽ ഭരത സംവാദമാണ്. നീ ഭരതൻ്റെ അടുക്കെ ചെന്ന് പറയൂ, ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഹനുമാൻ അവിടെ ചെന്നിട്ട് പോണ വഴിക്ക് പറയുന്നുണ്ട്, നീ ഗുഹനെയും കൂടെ കാണണം. ഭഗവാന്റെ ആ ഒരു മിത്രസ്നേഹം, ആ ഒരു സുഹൃത്തുക്കളുള്ള സ്നേഹം നോക്കി ഗുഹനയോടും കൂടി പറഞ്ഞിട്ട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ മാരുതി എന്ത് ചെയ്തു, ഒരു മനുഷ്യൻ്റെ വേഷം ധരിച്ചിട്ട് ഭഗവാന്റെ ഒരു സിദ്ധികളാണല്ലേ, ഭഗവാൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറാം. വാനരൻ്റെ രൂപത്തിലാകാം, മനുഷ്യൻ്റെ രൂപത്തിലാകാം, സ്ത്രീയുടെ രൂപത്തിലാകാം, മൃഗത്തിൻ്റെ രൂപത്തിലാകാം. അങ്ങനെ എന്ത് രൂപം വേണമെങ്കിലും ഹനുമാൻ സ്വാമിക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യരൂപത്തിൽ വന്നു മാരുതി വന്ന് ഗുഹനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തുടർന്ന് അപ്പോഴാണ് ഗുഹൻ പറയുന്നത് ഭരതൻ അയോധ്യയിലില്ല, നന്ദിഗ്രാമത്തിലാണെന്ന് പറയുകയും അങ്ങനെ ആ നന്ദിഗ്രാമത്തിലേക്ക് പോവുകയും ആ നന്ദിഗ്രാമത്തിൻ്റെയൊക്കെ ഇപ്പോഴും ആ ത്രേതായുഗത്തിലുള്ള പേര് തന്നെയാണ്, ഇപ്പോഴും നന്ദിഗ്രാമം തന്നെയാണ്. അങ്ങനെ ആ ഭരതനെ കണ്ടു, കൈകൂപ്പി. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഹനുമാൻ സ്വാമി നോക്കുമ്പോൾ അവിടെ പാതുകം വെച്ച് പൂജിച്ച് ഭഗവാന്റെ അന്ന് 14 വർഷം മുമ്പ് വനത്തിൽ പോയി ആ ഭരദ്വാജൻ്റെ ആശ്രമത്തിലുള്ള ആ ചിത്രകൂടത്തിൽ വെച്ച് വാങ്ങിച്ച ആ ഒരു പാതുകം പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഭരതനെയാണ് കാണുന്നത്. എന്നും ആ രാമനെ നിത്യവും ധ്യാനിച്ചുകൊണ്ട് ശുദ്ധമനസ്സനായിട്ട് തൻ്റെ അനുജനായിട്ടുള്ള ശത്രുഘ്നനോടും അതുപോലെ തന്നെ ആ മന്ത്രിജനങ്ങളും മറ്റു ജനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അദ്ദേഹം ആദരപൂർവം, വളരെ ആദരപൂർവമാണ് ആ രാമൻ്റെ പാദപൂജ എങ്ങനെ ചെയ്യുന്നു അതുപോലെയാണ് ആ രാമൻ്റെ മെതിയടിയെ പൂജിക്കുന്നു. അദ്ദേഹം ജടാവൽക്കലങ്ങളൊക്കെ പൂണ്ട് മൂലഫലങ്ങളുമൊക്കെ കാട്ടിൽ നിന്നുള്ള പഴങ്ങളും കനികളും ഒക്കെയാണ് കഴിക്കുന്നത്. അല്ലാതെ കൊട്ടാരത്തിലുള്ള ഒരു സുഖങ്ങളും അദ്ദേഹം അറിയുന്നില്ല. അങ്ങനെ ഇതെല്ലാം ഭുജിച്ച് കൃശാങ്കനായിട്ട് വളരെ ആള് ശോഷിച്ചു. എന്നിട്ട് ശത്രുഘ്നോട് കൂടി ഇത് കണ്ടപ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ മാരുതിയുടെ അദ്ദേഹത്തിന് വളരെ ബഹുമാനവും ആദരവും അദ്ദേഹം സ്വയം പറയുകയാണ്, മറ്റു ആരുമില്ല ഇത്രയും ഭക്തന്മാർ അവനിൽ, ഈ ഭൂമിയിൽ ഇത്രയും ഭക്തനായിട്ടുള്ള വേറൊരു മനുഷ്യനില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ആദരവോടുകൂടി ആ ഭരതനെ വിനീതനായിട്ട് വണങ്ങുകയാണ്. അദ്ദേഹം വിചാരിക്കുകയാണ് എത്ര ത്യാഗിയാണ്, ഇവിടെ ലക്ഷ്മണനെ പോലെ തന്നെ ത്യാഗിയാണ് ഭരതനും ശത്രുഘ്നനും. ആ സംഗമേശൻ്റെ ആ ഒരു മനോഭാവം, തൻ്റെ ജ്യേഷ്ഠന് വേണ്ടാത്ത ഒരു സുഖങ്ങളും തനിക്കും ആവശ്യമില്ല. ആ ഭ്രാതൃസ്നേഹം, സഹോദര സ്നേഹം, ഇപ്പോഴത്തെ ഈ ഒരു തലമുറകൾ ഇതൊക്കെ കാണണ്ടേ? നമ്മുടെ സ്കൂളുകളിലൊക്കെ രാമായണത്തിൽ ഒരു അല്പഭാഗമെങ്കിലുമൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹോദരങ്ങളും തമ്മിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വഴക്ക് സഹോദരനും സഹോദരിയും സഹോദരന്മാരും ഒക്കെ തമ്മിലാണ്. ഇതൊക്കെ ഉണ്ടാകുമോ? എത്ര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രാമൻ്റെ അനുജന്മാരും ഇവിടെ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് തന്നെയല്ലേ രാമായണം, ഈ ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം ദ്വാപരയുഗം കഴിഞ്ഞ് ഈ കലിയുഗം 5100 വർഷത്തിന് ശേഷം ഇപ്പോഴും ഇത് പഠന വിഷയമാകുന്നത്, ചർച്ചയാകുന്നത്, വിമർശിക്കാനാണെങ്കിൽ കൂടി ആൾക്കാർ രാമായണത്തെ എടുത്ത് പ്രയോഗിക്കുന്നത് ഇത്രയും മൂല്യങ്ങൾ ഇതിലുള്ളത് കൊണ്ടല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഹനുമാൻ സ്വാമി ഇവിടെ ഭരതനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം സ്വയം ഉള്ളുകൊണ്ട് ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോടെ തൊഴുതുകൊണ്ട് പറയുകയാണ്, അല്ലയോ സ്വാമി, അവിടുത്തെ ജ്യേഷ്ഠൻ അല്പസമയത്തിനുള്ളിൽ അങ്ങയ്ക്ക് കാണാൻ സാധിക്കും. ജ്യേഷ്ഠൻ സീതയോടും അതുപോലെ തന്നെ സുമിത്രാത്മജൻ അല്ലേ ലക്ഷ്മണൻ സ്വാമിയോടും പിന്നെയോ ആ വാനരന്മാരോടും സുഗ്രീവനോടും വിഭീഷണോടും ഒക്കെ കൂടി മാത്രമല്ല ധാരാളം രക്ഷോബലം രാക്ഷസന്മാരും വിഭീഷണൻ്റെ കൊട്ടാരത്തിൽ ലങ്കയിലുള്ള ബാക്കി രാക്ഷസന്മാരൊക്കെ ഉണ്ടല്ലേ, അവരെല്ലാവരും അതാ പുഷ്പകമായിട്ടുള്ള വിമാനത്തിലേറി ഇപ്പോൾ ഇവിടേക്ക് വരും. ആ ദയാപരൻ
ശ്രീരാമചന്ദ്ര മഹാപ്രഭു അങ്ങയുടെ ജ്യേഷ്ഠൻ ഉടൻ തന്നെ ഈ അയോധ്യയിൽ അങ്ങേക്ക് കാണാൻ സാധിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ രാവണനെ കൊന്നു, ദേവിയെ വീണ്ടെടുത്തു. അങ്ങനെ ആ ദേവകളാൽ അഭിവന്ദിതനാകിയിട്ടുള്ള ആ ഭഗവാനെ കണ്ട് വന്ദിച്ച് മനസ്സേ ശോകവും തീർന്നു വസിക്കാം ഇനിച്ചിരം. ഇനി ഭഗവാനെ എന്നും കാണാം ഭരത, അങ്ങേക്ക് അങ്ങയുടെ ഉള്ളിലുള്ള ശോകമൊക്കെ മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഇതാരാണെന്നൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയുകയാണ്. അപ്പോൾ ഭരതൻ മൂർച്ഛിതനായിട്ട്, അതായത് വിമൂർച്ഛിതനായിട്ട് അദ്ദേഹത്തിന് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ജ്യേഷ്ഠൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മഹാലസ്യപ്പെട്ടു പോവുകയാണ്. അത്ര സന്തോഷം കൊണ്ട് അദ്ദേഹം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് കേട്ടതും അതാരാണെന്നും മനസ്സിലായില്ല. ഈ പറഞ്ഞ് വന്നത് ഹനുമാൻ സ്വാമിയൊന്നും അറിയില്ല. അദ്ദേഹം പെട്ടെന്ന് ആരാണെന്ന് അറിയാതെ തന്നെ ആ ഗാഠമായിട്ട് ആലിംഗനം ചെയ്യുകയാണ്. എന്നിട്ട് ആ വാനരവീരൻ്റെ ശിരസിൽ എന്താ പറയുക, ചുംബിച്ചുകൊണ്ട് ആനന്ദബാഷ്പാഭിഷേകം, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. ചോദിക്കുകയാണ്, അങ്ങ് ദേവനാണോ അതോ മനുഷ്യനാണോ? എന്നെക്കുറിച്ച് എത്ര കൃപയാണ് അങ്ങേക്ക്. ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാക്കാണ് അങ്ങ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. ഞാൻ എന്താണ് അങ്ങേക്ക് തരേണ്ടത്? ഞാൻ എന്ത് തരണം? എൻ്റെ ശോകം മുഴുവൻ അങ്ങ് നീക്കിക്കളഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായി. അങ്ങേക്ക് മഹാമേരു തന്നാൽ പോലും എനിക്കിപ്പോൾ കിട്ടിയ സന്തോഷത്തിന് തുല്യമാവില്ല എനിക്ക് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ചൊല്ല് അങ്ങ് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹനുമാൻ സ്വാമി യഥാർത്ഥമുള്ള രൂപം കാണിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പം ഭരതൻ ഇവിടെ പറയുകയാണ്, ഹനുമാനെ, എങ്ങനെയാണ് ഈ മനുഷ്യനായിട്ടുള്ള രാമന് വാനരന്മാരോട് എങ്ങനെയാണ് സംഗമമുണ്ടായത്? എങ്ങനെയാണ് വൈദേഹിയെ, സീതാദേവിയെ എങ്ങനെയാണ് ആ രാവണ രാക്ഷസൻ കട്ടുകൊണ്ടുപോയത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ച ആ ഭരതനോട് ഭരതനോട് ഹനുമാൻ സ്വാമി കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങ് ചിത്രകൂടാചലത്തിങ്കിൽ നിന്ന് ആദി കലർന്ന് പിരിഞ്ഞ നാൾ, അതിനുശേഷം ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോന്നും കേട്ടപ്പോൾ ഭരതൻ ഇങ്ങനെ എന്താ പറയുക, രോമാഞ്ചത്തോടു കൂടിയാണ് കേൾക്കുന്നത്. ആ രാമൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വീരവും ഭാവവും അദ്ദേഹത്തിനുണ്ടായ ഒരു സങ്കടവും ഒക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഭാവങ്ങളൊക്കെ മിന്നി മറയുന്നത് ഉണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും അത് ഭരതൻ മാത്രമല്ല, ശത്രുഘ്നനുണ്ട്, ബാക്കി മിത്രങ്ങളുണ്ട്, ഭൃത്യന്മാരുണ്ട്, അമാത്യന്മാരുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇതെന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുതങ്ങളൊക്കെയാണ് ഇവിടെ നടന്നത് എന്നൊക്കെ അവർ സ്വയം പറയുകയാണ്. അടുത്തതായിട്ട് ഭഗവാന്റെ അയോധ്യ പ്രവേശമാണ്. അങ്ങനെ ആ ശത്രുഘ്നനോട് ഭരതനും അത്യാദരം നിയോഗിച്ചാൻ അനന്തരം ശത്രുഘ്നോട് ഭരതൻ പറയുകയാണ്, എൻ്റെ ഭഗവാൻ, നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ നാഥൻ എഴുന്നള്ളുകയാണ്. നമ്മുടെ രാജ്യം എല്ലായിടവും ഗംഭീരമായിട്ട് അലങ്കരിക്കണം. എല്ലാ ക്ഷേത്രങ്ങൾ തോറും പൂജയും വഴിപാടുമൊക്കെ നടത്തണം. നമ്മുടെ ദേശം മുഴുവൻ ദീപാവലി ഉണ്ടാവണം. ജ്യേഷ്ഠൻ വരുന്ന വഴിയിൽ മുഴുവൻ അയോധ്യ രാജ്യം മുഴുവനും, കോസല രാജ്യം മുഴുവനും ദീപാവലി ഉണ്ടാകണം. ദീപങ്ങളുടെ കൂട്ടമുണ്ടാവണം. അതുപോലെ സൂതന്മാര്, വൈതാളികന്മാര്, വന്ദികള്, സ്തുതിപാഠകാദികള് ഇവരെല്ലാവരും ഇവിടെ വരണം. അതുപോലെ തന്നെ വാദ്യങ്ങളൊക്കെ നന്നായിട്ട് പ്രയോഗിക്കാൻ അറിയാവുന്നവരെ തന്നെ കൊണ്ടുവരണം. പിന്നെ പാദ്യാദികളൊക്കെ ഒരുക്കണം. പിന്നെയോ ആ രാജധാരങ്ങളുണ്ടാകണം. പിന്നെ മന്ത്രിമാരെല്ലാവരും വരണം. പിന്നെ വാജി, അതായത് കുതിരപ്പട, ആനപ്പട, തേർപ്പട, അങ്ങനെ കാലാൾപ്പട, ഇവരെല്ലാവരും അണിനിരന്ന് വരണം. അതുപോലെ തന്നെ രാജനാരീജനം അലങ്കരിച്ച ആരൂഢമോദം അവരും ഇവിടെ ഉണ്ടാവണം.
മാത്രമല്ല ധാരാളം കൊടിക്കൂറകളൊക്കെ നമ്മുടെ രാജ്യം മുഴുവൻ ഉണ്ടാവണം. ഭഗവാൻ വരുന്ന ആ മാർഗം, ആ വഴി മുഴുവൻ അടിച്ച് തളിപ്പിക്കണം. അതുപോലെ തന്നെ ആ ഗോപുരദ്വാരത്തിൽ തന്നെ പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും ഒക്കെ ധാരാളം വെച്ച് വേണം ഭഗവാനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. താപസവൃന്ദം, മുനിവൃന്ദം ഉണ്ടാവണം. അതുപോലെ തന്നെ ഭൂസുരവർഗം, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുണ്ടാകണം. മറ്റ് സാമന്ത രാജാക്കന്മാരുണ്ടാകണം. ഈ ഭൂമിയിലെ മുഴുവൻ രാജാക്കന്മാരുണ്ടാകണം. ചക്രവർത്തിയായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനെ സ്വീകരിക്കാനായിട്ട്. അതുപോലെ തന്നെ പൗരജനങ്ങൾ മുഴുവൻ ഉണ്ടാകണം. ആബാലവൃദ്ധം, ബാലനെന്നില്ല വൃദ്ധനെന്നില്ല, അവരെല്ലാവരും ഇപ്പോൾ ഇവിടെ വരണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അത് കേട്ടതും ശത്രുഘ്നൻ ജ്യേഷ്ഠൻ്റെ ആ ഒരു ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ശത്രുഘ്നൻ ഉടൻ തന്നെ എല്ലാം അങ്ങയുടെ ആജ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ആ രാജ്യവും കൊട്ടാരവും മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഒരുക്കാൻ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ എല്ലായിടത്തും അലങ്കാരങ്ങൾ, ദീപാവലികൾ, പൗരജനങ്ങൾ, ഇതെല്ലാം കൊണ്ട് രാമൻ വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ പൗരജനങ്ങൾക്ക് മുഴുവൻ സന്തോഷത്തിൻ്റെ ആ ഒരു തിമിർപ്പിലായി. അവരെല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി. അവർ പരസ്പരം പുഷ്പങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയെറിയുന്നു, കളർ പൊടികൾ വാരിയെറിയുന്നു, അവർ പടക്കം പൊട്ടിക്കുന്നു, ആഘോഷിക്കുന്നു. അങ്ങനെ ആനകൾ, 10,000 ആനകൾ, അതുപോലെ തന്നെ തേരുകൾ, 10,000 തേരുകൾ, അതുപോലെ തന്നെ 1,00,000-ലധികം തുരകങ്ങൾ, പിന്നെ ഉണ്ടല്ലോ 100,000 കാലാൾപ്പടകൾ, 1,00,000-ലധികം കാലാൾപ്പടകൾ. ഇവരെല്ലാവരും കൂടി ഭഗവാനെ സ്വീകരിക്കാനായിട്ട് അവിടെ അയോധ്യയിൽ അണിനിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കൊട്ടാരത്തിലുള്ള രാജനാരിമാരൊക്കെ, ഭഗവാന്റെ അമ്മമാരൊക്കെ ഉടൻ തന്നെ വന്നു. ആ സമയത്താണ് പാതുകം മൂർധനി വെച്ച് ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിയാൻ കണ്ടോ. ആ പാതുകം, രാമൻ്റെ പാതുകം എടുത്ത് തൻ്റെ മൂർധാവിൽ വെച്ചുകൊണ്ട് പാദചാരേണ ഉണ്ടോ നടന്നാണ് വരുന്നത്. കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ ജ്യേഷ്ഠൻ നടന്നാണ് ഈ കാട്ടിൽ ഇത്രയും കാലം നടന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രാജാവിൻ്റെ ഒരു പദവികളും ഉപയോഗിക്കാതെ തന്നെ എന്ത് ചെയ്തു? നടന്നു തന്നെ ആ പാതുകം തലയിൽ വെച്ചുകൊണ്ട് നടന്നു വന്നു. അങ്ങനെ മാത്രമല്ല, ആദരം ഉൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനത് നേരം. അപ്പോൾ എന്ത് ചെയ്തു? ആ ശത്രുഘ്നൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ, ഭരതൻ്റെ കൂടെ തന്നെ നടന്നു തന്നെയാണ് വരുന്നത്. അപ്പോഴാണ് ആ പൂർണ്ണചന്ദ്രപ്രഭയോടുകൂടി ആ പുഷ്പകം അന്നേരം കാണായി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ ഒന്ന് ഭാവന ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകും അല്ലേ. ആ അയോധ്യാരാജ്യം മുഴുവൻ ധാരാളം ഭക്തജനങ്ങളും പൗരജനങ്ങളും താപസന്മാരും മുനിമാരും, അതുപോലെ തന്നെ കുതിരപ്പട, തേർപ്പട, ആനപ്പട, കാലാൾപ്പട, ഇവരെല്ലാവരും, അതുപോലെ തന്നെ സൂതന്മാർ, വൈതാളികന്മാർ, അങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് വാദ്യഘോഷങ്ങളോടുകൂടി അകമ്പടിയോടുകൂടി രാമൻ്റെ വരവും പ്രതീക്ഷിച്ച് ഭഗവാൻ പുഷ്പകവിമാനത്തിലാണ് വരുന്നത് എന്നുള്ള വാർത്ത കേട്ടു. അങ്ങനെ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ലഹരിയിൽ ഇവർ മതിമറന്ന് ഭഗവാനെ ആകാശത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു വരവ് കാണാനായിട്ട് ദൂരെ നിന്ന് തന്നെ ഭഗവാന്റെ ആ ഒരു വരവ്, നമ്മളിപ്പോൾ അയോധ്യയിൽ നിൽക്കുകയാണെന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മളതിനകത്തൊരു പ്രജയാണെന്ന് സങ്കല്പിച്ച് നോക്കൂ ഭഗവാനെ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ നോക്കി, ഭഗവാൻ 14 വർഷത്തിന് ശേഷം ഇത്രയും എന്താ പറയുക, വലിയൊരു യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത്, അതുപോലെ തന്നെ ഭൂമിയിലുള്ള ആ ദുഷ്ടന്മാരെ മുഴുവൻ കൊന്നൊടുക്കി, ഭൂമിയുടെ ആ ഒരു ശാശ്വതമായ നിലനിൽപ്പിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അച്ഛൻ്റെ വാക്ക് നിറവേറ്റുന്നതിന് വേണ്ടി കാട്ടിൽ പോയി തിരികെ വരുന്ന ആ ഒരു സമയം എല്ലാവരും തങ്ങളുടെ നാഥൻ വരുന്നു, ഞങ്ങൾ ഇത്ര നാളും അനാഥരായിരുന്നു എന്നുള്ള തോന്നൽ അവർക്ക് മാറി. ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ വരവും നോക്കി അവരങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. നമ്മളൊന്ന് ഭാവനയിലൊന്ന് കാണണം. നമ്മൾ ആ സമയത്ത് അയോധ്യയിൽ നിൽക്കുന്നതായിട്ട് അതാ തെളിഞ്ഞു വരികയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ തെളിഞ്ഞ് കാണാം ആ മനോഹരമായിട്ടുള്ള ആ പൂർണ്ണചന്ദ്രാഭമായിട്ടുള്ള ആ പുഷ്പക വിമാനം കണ്ടതും ആ പൗരജനങ്ങൾ ഒരുമിച്ച് എന്താ പറയുക, വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഭാരതപുത്രനും പറഞ്ഞാലത് നേരം ബ്രഹ്മണ
നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദനേത്രനും സീതയും അതുപോലെ തന്നെ പറയാണ് ബ്രഹ്മാവിനാൽ നിർമ്മിതമായിട്ടുള്ള ആ ഒരു പുഷ്പക വിമാനത്തിൽ ഭഗവാനും അതുപോലെ തന്നെ സീതാദേവിയും ലക്ഷ്മണനും സുഗ്രീവനും നക്തഞ്ചരാധിപൻ അതായത് വിഭീഷണനും മുഖ്യമായിട്ടുള്ള ആയുള്ളൊരു സൈന്യ സമന്വിതം അല്ലേ. അവിടെ നിന്നുള്ള ആ സൈന്യങ്ങളിൽ വാനര വീരന്മാരുടെ സൈന്യമുണ്ട്, രാക്ഷസ വീരന്മാരുടെ സൈന്യമുണ്ട്. കണ്ടുകൊള്ളുവിൻ പരമാനന്ദ വിഗ്രഹം, കണ്ടോളൂ ഭഗവാൻ. അപ്പം ഹനുമാൻ സ്വാമി നേരത്തെ ഭഗവാൻ ഇവിടെ വിട്ടിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ ഹനുമാൻ സ്വാമി ഇവിടെയുണ്ട്. ഹനുമാൻ സ്വാമി കാണിച്ചു കൊടുക്കുകയാണ്, നോക്കൂ ആ പരമാനന്ദ വിഗ്രഹത്തെ കാണൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടതും നോക്കിയപ്പോഴത്തേക്കും ജനങ്ങളെല്ലാവരും ഒരുമിച്ച് രാമരാമ രാമരാമ എന്ന് അവർ ജനപ്രീതിജാത ശബ്ദം, അവർ ജനപ്രീതികരമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ജയ ജയ രാമരാമ സീതാഭിരാമ സീതാരാമ എന്നൊക്കെ പറഞ്ഞ് അപാലവൃദ്ധം ജനങ്ങളും അവിടുന്ന് കോലാഹലം ഇടാൻ തുടങ്ങി. അവർ വളരെ സന്തോഷത്തോടുകൂടി ജയ് ശ്രീരാമ ജയ് ശ്രീരാമ ജയ് സീതാഭിരാമ ജയ് ലക്ഷ്മണ ഹനുമാൻ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അവരാ സന്തോഷം അവരിങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ആ വാരണമാജി രഥങ്ങളിലൊക്കെ നിന്നവർ, അതായത് ആനയുടെ മുകളിലിരുന്നവരും കുതിരയുടെ മുകളിലിരുന്നവരും രഥത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്നവരൊക്കെ പെട്ടെന്ന് താഴെ ഇറങ്ങി വണങ്ങി അവരവിടെ നിന്നുകൊണ്ട് തന്നെ ഭഗവാനെ വണങ്ങുകയാണ്. അപ്പോഴാണ് ചാരു വിമാനാഗ്ര സംസ്ഥിതനാം, അപ്പോഴാണ് ആ വിമാനം അടുത്ത് വരുന്നു. ആ ഭഗവാനെ, ജഗൽക്കാരണഭൂതനായിട്ടുള്ള ഭഗവാനെ ഭരതൻ കാണുന്നു. അപ്പോൾ പറയുകയാണ്, ഭരതൻ്റെ ഒരു കാഴ്ചയെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇതാണ്. അതായത് വളരെ വലിയൊരു പർവ്വതത്തിൻ്റെ മൂർധാവിൽ നിന്ന് ശോഭയോടുകൂടിയ സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടിനാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ആൾക്കാർ നിൽക്കുന്നതിനിടയ്ക്ക് ആ ഭരതന് തോന്നിയത്, ഭരതനെ പോലെ എല്ലാവർക്കും തോന്നിക്കാണും അല്ലേ. അപ്പോൾ ആ മഹാമേരുമൂർധനി, വളരെ വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും സൂര്യദേവൻ ഉദിച്ചുയരുന്ന് വരുന്ന കോടി സൂര്യപ്രഭയോടുകൂടി ആ ശ്രീരാമചന്ദ്രൻ്റെ രൂപം ആ പുഷ്പക വിമാനത്തിൽ ഭരതൻ കണ്ട് വന്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു രൂപം, ഭഗവാന്റെ ഒരു സൗന്ദര്യം, ഭഗവാന്റെ ആ ഒരു ശോഭ ഭൂമി മുഴുവൻ പരക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ആജ്ഞ കൊണ്ട് തന്നെ എന്ത് ചെയ്തു, പുഷ്പക വിമാനം അങ്ങനെ താഴുകയാണ്. അപ്പോൾ അങ്ങനെ ഭരതനാണെങ്കിൽ ആനന്ദബാഷ്പമാണ്. അദ്ദേഹവും അതുപോലെ തന്നെ സുഗ്രീവനും അതുപോലെ തന്നെ ശത്രുഘ്നനും ഒക്കെ എന്താ പറയുക, കണ്ണുനീര് കൊണ്ട് നനഞ്ഞുകൊണ്ട് തന്നെയാണ് ഊട്ടി വന്നിട്ട് അദ്ദേഹത്തിനെ നമസ്കരിക്കുകയാണ്. അനുജന്മാർ അങ്ങനെ നമസ്കരിക്കുകയാണ്. അങ്ങനെ കാലം അനേകം കഴിഞ്ഞു ാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ഈ ബാലകന്മാരെ ആരാണ്, ഈ ശത്രുഘ്നെയും അതുപോലെ തന്നെ ഭരതനെയും ഭഗവാൻ മുറുക്കെ ഇങ്ങനെ തഴുകുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും, ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും രാമനും എല്ലാവരും ആനന്ദം കൊണ്ട് കണ്ണുനീര്, ഭഗവാന്റെ കണ്ണുനീര് ആ സോദരന്മാരുടെ മൂർധാവിലൊക്കെ വർഷിക്കുകയാണ്. എന്നുവെച്ചാൽ അവർ ഒരു ഹൃദയവും 4 ശരീരവുമായിട്ട് ജീവിച്ച സഹോദരന്മാരാണ്. അവർക്ക് ഇത്രയും വർഷത്തിന് ശേഷം ആ ഭഗവാനെ കണ്ടതിലുള്ള ആ ഒരു സന്തോഷം, ഭഗവാനും തിരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഭാവനയിൽ നിന്നൊക്കെ ഒന്ന് കണ്ടു നോക്കണം. എത്ര സന്തോഷമാകും നമുക്ക്, എത്ര ആനന്ദമായിരിക്കും നമുക്ക്. ആ ഭഗവാൻ അവരെ ഇങ്ങനെ തൻ്റെ ആ വക്ഷസ്സിൽ തൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് അങ്ങനെ ആ അനുജന്മാരെ പുണരുകയാണ്. ഭഗവാന്റെ കണ്ണിൽ നിന്നും ആ ജലം ധാരധാരയായിട്ട് ആ കുമാരന്മാരുടെ മൂർധാവിൽ പതിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അതിനുശേഷം ശത്രുഘ്നൻ ചെന്നിട്ട് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആ സൗമിത്രിയെ, ലക്ഷ്മണസ്വാമിയെ വണങ്ങുന്നു. അതുപോലെ തന്നെ ഭരതൻ ചെന്നിട്ട് ലക്ഷ്മണനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, വളരെ വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങളാണ് കുറച്ച് സമയം അയോധ്യ നിവാസികൾ എല്ലാവരും കണ്ടത്. അപ്പോൾ അവരെല്ലാവരും ചെന്നിട്ട് പിന്നെ ഭരതനും ശത്രുഘ്നും ഒക്കെ ചെന്നിട്ട് നേരെ ചെന്നിട്ട് ദേവിയുടെ അമ്മയാണല്ലേ, ആ അമ്മയുടെ സീതാമാതാവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ സുഗ്രീവൻ, അംഗദൻ, ജാമ്പവാൻ, നീലൻ, പിന്നെ ഉഗ്രനും, പിന്നെ ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും, അങ്ങനെ അവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള വാനരന്മാർ
അവരെ എല്ലാവരെയും വേണ്ടതുപോലെ എല്ലാവരും എന്താ പറയുക സൽക്കരിച്ചു, ആനന്ദിച്ചു. അങ്ങനെ പ്രീതിപൂർവം അവർ തമ്മിൽ മാരുതി വാച അങ്ങനെ കുശല പ്രശ്നങ്ങളും ഒക്കെ ചെയ്തു. അതിനുശേഷം സുഗ്രീവനെ പുണർന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഭരതൻ പറയുകയാണ്, അങ്ങയുടെ സഹായം കൊണ്ടാണ് ഭഗവാന് ആ ഉഗ്രനായിട്ടുള്ള 3 ലോകങ്ങളെയും തൻ്റെ കാൽക്കൽ വെച്ചുകൊണ്ടിരുന്ന, കാൽക്കീഴിൽ വെച്ചുകൊണ്ടിരുന്ന ആ രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് അങ്ങയുടെ സഹായം കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി ദശരഥ മഹാരാജാവിന് ഇന്നു മുതൽ 4 പുത്രന്മാരല്ല, ഇന്നു മുതൽ അങ്ങും ദശരഥ രാജാവിൻ്റെ പുത്രനാണ് എന്ന് പറയുകയാണ്. ഭരതൻ്റെ വാക്കുകളാണിതല്ല. പഞ്ചമ ഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറിയടോ. സുഗ്രീവ, അങ്ങ് ഞങ്ങളുടെ 5ാമത്തെ സഹോദരനാണ്. അങ്ങ് ദശരഥ മഹാരാജാവിന് ഇനി മുതൽ 4 പുത്രന്മാരല്ല, ദശരഥ മഹാരാജാവിന് ഇനി മുതൽ 5 പുത്രന്മാരാണ് ഉള്ളത്. അതിൽ അങ്ങ് ഞങ്ങളുടെ സഹോദരനാണ് എന്ന് പറയുകയാണ്. അതിനുശേഷം എന്താ പറയുക, കൗസല്യയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. അങ്ങനെ കൗസല്യയും രാമനും കെട്ടിപ്പിടിക്കുന്നു. കൈകേയിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി രാമനെയും ലക്ഷ്മണനെയും സീതയെയും എതിരേൽക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണസ്വാമി ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ കൗസല്യയുടെയും കൈകേയിയുടെയൊക്കെ പാദങ്ങളിലൊക്കെ വീണ് നമസ്കരിച്ചു. ഉടൻ തന്നെ സുഗ്രീവനും എല്ലാവരെയും വന്ന് നമസ്കരിച്ചു. അങ്ങനെ ഭക്തിപരവശനായിട്ടുള്ള ആ ഭരതൻ ചിത്തമഴിഞ്ഞ് തൽപാതുകാദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാച്ചു നമസ്കരിച്ചു കിട്ടിനാൻ. അതായത് അന്ന് വാങ്ങിയ ആ ഒരു മെതിയടി ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ തന്നെ ചേർത്തു. എന്നിട്ട് അവിടെ വെച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറയുകയാണ്, രാജ്യം ത്വയാതെത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജനാം നിങ്കൽ സമർപ്പിച്ചിതാദരാൻ. ഭഗവാനെ, അങ്ങയുടെ രാജ്യം അങ്ങ് എന്നെ കുറച്ച് നാൾ ഏൽപ്പിച്ചു. ഞാൻ അങ്ങയെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്. ഇന്ന് മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേനടിയൻ ഇന്നു നിർണയം. ഇന്നാണ് ഭഗവാനെ എൻ്റെ ജന്മം സഫലമായിട്ട് വന്നത്. രാജ്യം എനിക്ക് അങ്ങയെ തിരിച്ചേൽപ്പിക്കാൻ സാധിച്ചല്ലോ. ഞാൻ ധന്യനായി ഭഗവാനെ, ഞാൻ ധന്യനായി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായി ഭഗവാനെ, എൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി ഭഗവാനെ. ഭഗവാനെ, ഈ അയോധ്യയുടെ രാജഭണ്ഡാരം 10 മടങ്ങായി ഉണ്ടിക, പണ്ടേതിൽ നിന്നു 10 മടങ്ങായി ഉടൻ ഉണ്ടിക രാജഭണ്ഡാരവും ഭൂപതേ. പറയുകയാണ്, ഭഗവാനെ, അങ്ങ് 14 വർഷം മുമ്പ് എന്നെ ഭരിക്കാൻ ഏൽപ്പിച്ച ഈ രാജ്യത്തിൻ്റെ രാജഭണ്ഡാരം എന്ന് പറയുന്നത് അന്നത്തതിൻ്റെ 10 ഇരട്ടിയായിട്ട് ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഭഗവാനെ എന്ന് പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോഴത്തെ ഓരോരോ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് 10 മടങ്ങ് ആക്കുകയാണോ, 10 മടങ്ങ് അവിടെ നമ്മുടെ വരുമാനം കൂട്ടുകയാണോ, 10 മടങ്ങ് ആളോഹരി കടം കൂട്ടുകയാണോ ഇവിടെ മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ വളരെ ഉപകാരമാണ് ഈ സമയത്ത്. അപ്പോൾ ഭരതനിവിടെ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, 10 മടങ്ങായുണ്ട് ഇവിടെ രാജഭണ്ഡാരവും ഭൂപതേ, ആനയും തേരും കുതിരയും. പിന്നെയോ പാർത്ത് അങ്ങ് നോക്കൂ, എത്രമാത്രമാണ് നമുക്ക് ഈ ആനയും കുതിരയും തേരും ഒക്കെ എത്രയോ ആയി 10 മടങ്ങുണ്ട് ഭഗവാനെ. എല്ലാം അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഭഗവാനെ എനിക്ക് ഈ അയോധ്യ ഇത്ര പരിപൂർണമായിട്ട് ഭരിക്കാൻ സാധിച്ചത്. നിന്നോളം രാജ്യമത്രേ രക്ഷിച്ചതും ത്യാജ്യമല്ലൊട്ടും ഭവാനാൽ ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതും ആലംബനമില്ല കാരുണ്യമാരിതേ. അതുകൊണ്ട് ഭഗവാനെ, ഇനി മുതൽ അങ്ങ് ഈ രാജ്യം ഭരിക്കണം, ഞങ്ങളെ രക്ഷിക്കണം.
രാജ്യവും ഞങ്ങളെയും ഈ ഭൂമിയെയും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ അയോധ്യ എന്ന് പറയുന്നത് കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഈ കോസല രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ഈ ഭൂമി മുഴുവനുമാണ് ഭരിക്കുന്നത്. അല്ലാതെ ഭഗവാൻ ആ അയോധ്യ എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്തുള്ള രാജാവല്ല, ഈ ഭൂമിയുടെ രാജാവാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഇവിടെ ഈ അദ്ദേഹം മാരീചൻ രാവണനോട് പറയുന്നത്, നീ എന്താ വിചാരിച്ചത് രാമനെക്കുറിച്ച്? നീ കൊച്ച സ്ഥലമല്ല, ലങ്കയുടെ രാജാവാണ്. രാമൻ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ രാജാവാണ്. രാജാ സർവസ്യ ലോകസ്യ ദേവാനാം ഇവ വാസവഃ. നീ രാമനെക്കുറിച്ച് എന്താണ് വിചാരിച്ചത് രാവണ? രാമൻ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ രാജാവാണ്. എങ്ങനെയാണോ ദേവന്മാർക്ക് ദേവേന്ദ്രൻ അനിഷേധ്യനായിട്ടുള്ള രാജാവായിരിക്കുന്നതോ, അതുപോലെ തന്നെ രാമൻ ഈ ഭൂമിയിലുള്ള സർവ്വജനങ്ങൾക്കും സർവസമ്മതനായിട്ടുള്ള ഈ ഭൂമിയുടെ രാജാവാണ്. അതാണ് പറയുന്നത്, നീ അങ്ങ് ഈ ഭുവനത്തെയും ഈ ഭൂമിയെയും ഞങ്ങളെയും ഈ രാജ്യത്തിനെയും പരിപാലനം ചെയ്യൂ ഭഗവാനെ. ഞങ്ങൾക്ക് മറ്റ് ഒരാലംബനവുമില്ല ഭഗവാനെ എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഭഗവാന്റെ പട്ടാഭിഷേകം കഥയും കൂടി കേൾക്കാം. നമ്മുടെ ഭഗവാന്റെ കഥ അവസാനിക്കുന്നില്ല. ആ പട്ടാഭിഷേകം കൂടെ കേട്ടിട്ട് നമുക്ക് അടുത്ത ഒരു ദിവസം കൂടെ കൊണ്ട് മാത്രമേ നമ്മുടെ രാമായണം ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.